സ്നേഹമുള്ളവർ, നമ്മൾ ഏനാമാവ് പള്ളിയിലാണ് നിൽക്കുക. ഏൻ അമ്മാവ് പഴയ മഹോദേവ പട്ടണത്തിൻ്റെ ആതങ്കപ്പട്ടണത്തിനും മാതങ്കപ്പട്ടണത്തിനും ഇടയ്ക്ക് ഇരുമ്പ്ര നെല്ലൂർ എന്ന് പറയുന്ന ഈ ദേശത്ത് 5-ാം നൂറ്റാണ്ടിൽ ഒരു ദേവാലയം വരികയും ആ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തപ്പോൾ അന്ന് നമുക്കറിയാം കൊടുന്തമിഴാണ് ജനങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷ. അതിൻ്റെ എഴുത്ത് ഭാഷയാണ് ചെന്തമിഴ് എന്ന് നമ്മൾ പിന്നീട് വിളിക്കുന്നത്. ആ കൊടുന്തമിഴിൽ ആളുകൾ എൻ്റെ അമ്മേ എന്ന് വിളിച്ചത് ഏനമ്മാവ്. ആ ഒരു അമ്മയെ വിളിച്ചുകൊണ്ടുള്ള അപേക്ഷ ഏനമ്മാവ് ആണ് ലോപിച്ച് ഏനാമാവായി മാറിയത്. വിശ്വാസം അതിജീവിക്കാനുള്ളതാണ്. ജീവിതത്തിലൂടെ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യമേകുന്നു. അങ്ങനെയാണ് പൈതൃകങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ സമൂഹവും വിശ്വാസ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സമൂഹം പിൻതലമുറയ്ക്ക് വേണ്ടി ബാക്കി വയ്ക്കുന്നതാണ് വിശ്വാസ പൈതൃകങ്ങൾ. ഈ പൈതൃകങ്ങൾ ഓരോരുത്തരെയും അവരുടെ വിശ്വാസത്തിൻ്റെ തറവാട്ടിലേക്ക്, അടിത്തറകളിലേക്ക് മാടി വിളിക്കുന്നതാണ്. ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ട് വീണ്ടും കുതിച്ചുയരാനുള്ള ഒരു വിളിയാണ് വിശ്വാസ പൈതൃകങ്ങളിലൂടെയുള്ള യാത്ര. മലബാർ ദേശത്തെ ആദ്യത്തെ മരിയൻ ദേവാലയം, അതിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടിൽ പണിത ഓലമേഞ്ഞ ചുമരുട്ട പള്ളി. നമുക്ക് ഏനാമാവിൻ്റെ ചരിത്രം തുടങ്ങുന്നത് പാലയൂരിൽ നിന്ന് വടക്കൻ പുതുക്കാട്ടേക്ക് വരുന്നു. വടക്കൻ പുതുക്കാട് ഈ മഹോദേവപുരത്തിൻ്റെ വടക്കൻ ദേശമാണ് ഈ ആതങ്കപ്പട്ടണം. അവിടെ ഒരു കൊച്ചു ദേവാലയ സദൃശ്യമായിട്ടുള്ള ഒരു കപ്പേള, ഒരു കുരിശടി. ഇവിടെ നിന്ന് ആളുകളൊക്കെ അവിടെയാണ് പോയിരുന്നത് ഞായറാഴ്ചകളിൽ. ഇത് പയ്യൂർ മനക്കൽക്കാരുടെ പറമ്പായിരുന്നു. പയ്യൂർ മനക്കലാണ് ഈ ഭാഗത്തെ അന്നത്തെ മുതലാളിമാർ. കുയിരൻ തേവൻ എന്നാണ് സ്ഥാനപ്പേര് അന്നത്തെ. ഈ മനയിൽ ജോലി ചെയ്തിരുന്ന മറിയം എന്ന് പറഞ്ഞ ചേട്ടത്തി ഞായറാഴ്ചകളിൽ അവിടെ പോയി കുർബാനയ്ക്ക് പോയി തിരിച്ചു വരുന്ന സമയം, ആ സമയത്ത് നമുക്കറിയാം ക്നായിത്തൊമ്മനും മറ്റും വന്നതിന് ശേഷമുള്ള ചേര രാജാക്കന്മാർ പുറപ്പെടുവിച്ചിരുന്ന നിയമമുണ്ട്, നസ്രാണി തൊട്ടാൽ എല്ലാം ശുദ്ധമാകുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു പാരമ്പര്യമുണ്ടായിരുന്നത് കൊണ്ട് മനയ്ക്കൽ മറ്റ് ജാതിക്കാർ തൊട്ട് അശുദ്ധമാക്കിയതൊക്കെ വിശുദ്ധമാക്കാനുള്ള കർമ്മം ഈ മറിയച്ചേടത്തിയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഞായറാഴ്ച വടക്കൻ പുതുക്കാട് അല്ലെങ്കിൽ പാലയൂർ പോയി തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ മനക്കിലെ പല കർമ്മങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിട്ടു. അങ്ങനെ വന്നപ്പോൾ മനക്കിലെ കുയിരൻ തേവർ ഈ മറിയച്ചേടത്തിക്ക് വേണ്ടി ഒരു പള്ളി പണിതു. ഈ പള്ളിയാണ് ആദ്യത്തെ ദേവാലയം.
അത് ഒരു കാവ് സദൃശ്യമായ ക്ഷേത്ര സദൃശ്യമായിട്ടുള്ളൊരു ദേവാലയമായിരുന്നു. സമചതുരത്തിലുള്ള ഒരു ഹോള്, അതിൻ്റെ നടുക്ക് പൂജയ്ക്കുള്ള ഒരു പ്രതിഷ്ഠ, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നീട് 5-ാം നൂറ്റാണ്ട് 500 AD 500, അതാണ് സ്ഥാപിത വർഷം, അതാണ് രണ്ടാമത്തെ പള്ളി. ഈ AD 500 ഇവിടെ ഒരു പുതിയ പള്ളി പണിയാൻ വേണ്ടി അവർ മലങ്കര മഹാ ഇടവകയെ സമീപിക്കുകയും അവിടെ നിന്ന് പ്രോത്ത് ബാവ തൻ്റെ ശിഷ്യനായിട്ടുള്ള ബർണബാസ് റംബാനെ, അന്നത്തെ കാര്യക്കാരൻ ബർണബാസ് റംബാനാണ്, അദ്ദേഹം ഇവിടെ വരികയും ബർണബാസ് റംബാൻ നൽകിയ ഇവിടെ തിരുമേനിയിൽ നിന്നുള്ള ചെമ്പേട് സ്ഥലത്തിൻ്റെ ആധാരം കാണിക്കുകയും അതുവെച്ച് ഇവിടെ പള്ളി പണിയാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. പാലയൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഈ ക്രൈസ്തവ സമൂഹം വടക്കംപുതുക്കാട് സമ്മേളിച്ചെങ്കിലും വടക്കംപുതുക്കാട് ആഴ്വഞ്ചേരി തമ്പ്രാക്കളുടെ കീഴിലുള്ള ക്ഷേത്രമുണ്ടായിരുന്നത് കൊണ്ട് അവിടെ കുർബാനയ്ക്കുള്ള അനുവാദം ലഭിച്ചിരുന്നില്ല. മാത്രമല്ല നാടുവാഴിയിൽ നിന്ന് ചെമ്പേട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആഴ്വഞ്ചേരി തമ്പ്രാക്കളെ എതിർത്തുകൊണ്ട് അവരായിരുന്നു അന്ന് രാജാക്കന്മാരെയും സ്വരൂപങ്ങളെയും ഒക്കെ അരിയിട്ട് വാഴിച്ചിരുന്നവരാണ്. അവരെ എതിർത്ത് നാടുവാഴിക്ക് പട്ടയം നൽകൽ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇവിടേക്ക് മാറി പള്ളി വരാൻ കാരണം എന്നാണ് പഴമക്കാർ പറയുക. ഇവിടെ ആദ്യത്തെ പള്ളി കാവ് മോഡലിലുള്ള ക്ഷേത്ര മാതൃകയിലുള്ള സമചതുര ദേവാലയം. അതിനുശേഷം ഇവിടുത്തെ ക്രൈസ്തവർ ആദ്യമായിട്ട് പണിയുന്ന പള്ളിയാണ് AD 500. ഈ പള്ളി പണിയാൻ വേണ്ടി അന്നത്തെ അതിരൂപത മഹാ ഇടവക, മലങ്കര മഹാ ഇടവകയിൽ അനുവാദം ചോദിക്കുകയും ബർണബാസ് റംബാൻ ഏനാമാവിലേക്ക് വന്ന് ഈ ചെമ്പേട് ഒന്നുകൂടി നോക്കി അത് വ്യക്തമാക്കിയതിന് ശേഷമാണ് ഇവിടെ ദേവാലയം പണിയാനുള്ള അനുവാദം നൽകുന്നത്. അന്നത്തെ മോഡലിൽ ഓലപ്പന്തൽ, സൈഡിൽ മരം കൊണ്ടുള്ള ചുമരുകൾ ഒക്കെയായി സമചതുര ആകൃതിയിൽ. പക്ഷേ ഈ ബർണബാസ് റംബാൻ നൽകിയ മാതൃകയനുസരിച്ച്, മെസൊപ്പൊട്ടോമിയൻ മാതൃകയനുസരിച്ചാണ് അന്നത്തെ ദേവാലയം പണിയുന്നത്. കാലം കുറേ കഴിഞ്ഞപ്പോൾ ഈ ദേവാലയം ആളുകൾക്ക് പര്യാപ്തമല്ലാതായി, നമുക്ക് കൂടുതൽ ഉറപ്പുള്ള ദേവാലയം വേണം എന്നുള്ള ചിന്ത വളരുകയും അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു. 1010 ആദ്യമായിട്ട് ഈ സ്ഥലം ഇവിടുത്തെ ദേശവാസികൾ കൂടി വാങ്ങുന്നത്. ആ വാങ്ങുന്ന അടിയാധാരത്തിൽ ഏനാമാവ് എന്നുള്ള പേരുണ്ട്. അപ്പോൾ 7-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ആധാരങ്ങളിൽ ഇല്ലാത്ത പേര് 7-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ആധാരങ്ങളിൽ ഏനാമാവ് എന്ന് വന്നപ്പോൾ ഏൻ അമ്മാവ് തന്നെയാണ്, ഈ അമ്മ തന്നെയാണ് ഈ ദേശത്തിന് ആ പേര് നൽകിയതെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ താളിയോല. ഇവിടെ ഈ ദേശം, ഈ നിൽക്കുന്ന ഈ പറമ്പാണ് ആദ്യമായിട്ട് ക്രൈസ്തവർ വാങ്ങുന്ന പറമ്പ്. മറ്റ് ദേശങ്ങളിൽ നിന്ന് ചെമ്മണ്ണ് കൊണ്ടുവന്നു ഉയർത്തി സൈഡിൽ കിടങ്ങുകൾ കുഴിച്ച് ഈ സ്ഥലം മേടിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റും ആനമതിൽ കെട്ടും. ഇന്നും ഇതിൻ്റെ സൈഡുകളിൽ നമുക്ക് ആനമതിൽ കാണാം. ആ ആനമതിൽ കെട്ടുന്നത് അന്നാണ് 1116 ഈ ഭൂമി മേടിച്ച് ഉറപ്പിച്ചതിന് ശേഷം. 1110 മുതൽ അവരിതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. പല നാടുകളിൽ നിന്നും വലിയ മരങ്ങൾ കൊണ്ടുവരുന്നു. കരിങ്കല്ലും മണ്ണും ഒക്കെ ശേഖരിച്ചു. 1124 ഏപ്രിൽ 10 ഉയർപ്പ് തിരുനാളിൻ്റെ അന്നാണ് ഇന്ന് നമ്മളിവിടെ നിൽക്കുന്ന ഈ ദേവാലയം, 3ാമത്തെ പള്ളി ആശീർവദിക്കുന്നത്. 1124 ദേവാലയത്തിന് ശേഷം ഏനാമാവ് ഇടവക പിന്നെയും വളർന്നു. അന്ന് ഈ പ്രദേശം മുഴുവൻ ഏനാമാവ് ഇടവകയുടെ ഭാഗമാണ്. ഇവിടുന്ന് ആതങ്കക്കായൽ, മനക്കൊടിക്കായൽ, നെയ്തലക്കായൽ, ഏനാമാവ് കായൽ, ഈ 4 കായലിൻ്റെയും ചുറ്റുമുള്ള ദേശങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ എടത്തുരുത്തി, കാട്ടൂര്, കണ്ടച്ചങ്കടവ്, വാടാനപ്പള്ളി, ചേറ്റുവ, ഇപ്പുറത്ത് കുറ്റാറ്റൂർ, അന്നത്തെ കുറ്റൂരും കൊട്ടേക്കാടും ചേരുന്ന കുറ്റാറ്റൂർ, ഇപ്പുറത്ത് മനക്കൊടി, അവിടെ നിന്ന് പിന്നീട് വന്നതാണ്
അരിമ്പൂർ, അറനാട്ടുകര, അപ്പുറത്ത് പഴയൂർ, അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, ഇതൊക്കെ ചേരുന്ന ഒരു വലിയ ഇടവകയായിട്ട് ഇത് വളർന്നുകൊണ്ടിരുന്നു. സമൂഹം ശക്തിയാർജിച്ചു. അപ്പോൾ ഇവർക്ക് വലിയ ഒരു പള്ളി വേണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. 1500-കൾ യൂറോപ്പിൽ നവോത്ഥാനം തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയും ആ ഒരു ശൈലിയുടെ ആവേശമുണ്ടായി. കൊച്ചി രാജ്യവും സാമൂതിരി രാജ്യവും തമ്മിൽ വിഭജിച്ച് ശണ്ടകൾ നടക്കുന്നതിനിടയിലും ഇവിടത്തുകാർക്ക് ഇടവകക്കാർ ഒരുമിച്ച് നിർത്താനും അവരുടെ പ്രൗഢി വിളിച്ചോതുന്ന, തങ്ങളുടെ സമ്പത്ത് തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ പ്രൗഢഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ദേവാലയം പണിയണമെന്നുള്ള ആഗ്രഹമുണ്ടാകുന്നു. 1565 അങ്കമാലിയിൽ അബ്രഹാം തിരുമേനിയെ മെത്രാനായി മാർപ്പാപ്പ വാഴിക്കുന്നു. 67 അബ്രഹാം തിരുമേനി അങ്കമാലിയിൽ വന്ന് ചാർജ് എടുക്കുന്നു. അതിനുശേഷം 73 ഒരു സൂനകദോസ് നടത്താനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ദേവാലയങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി അബ്രഹാം തിരുമേനി വന്ന് താമസിക്കുന്നത് ഇവിടെയാണ് പാലയൂരിൽ നിന്നും മറ്റത്തു നിന്നും ചിറ്റാട്ടുകരയിൽ നിന്നും ചങ്ങരംകുളങ്ങര, ആർത്താട്ട് നിന്നൊക്കെയുള്ള ആളുകളെ സമ്മേളിപ്പിക്കുന്നത് ഇവിടെ ഏനാമാവ് താമസിച്ചുകൊണ്ടാണ്. ആ സമയത്ത് തിരുമേനി ഇവിടെ വരുമ്പോൾ ഇവിടെ വലിയ ഒരു ദേവാലയം പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇവിടുത്തെ മാതാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ ഈ അബ്രഹാം തിരുമേനി പറഞ്ഞതിനെക്കുറിച്ച് മെനേസിസ് തിരുമേനി ആവർത്തിച്ച് പറഞ്ഞ്, മെനേസിസ് തിരുമേനിക്ക് ശേഷം വന്ന റോസ് തിരുമേനി എഴുതിയ സിനഡ് ഓഫ് ഡയംബർ എന്നുള്ള പുസ്തകത്തിൽ കൃത്യമായിട്ട് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അബ്രഹാം തിരുമേനിയുടെ ഓർമ്മകൾ മുഴുവൻ രേഖപ്പെടുത്തുന്നു. അതിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു. ഇവിടെ ആ പള്ളി പണിയാൻ വേണ്ടി നേരത്തെ തന്നെ പഴയ വികാരിമാരുടെ നേതൃത്വത്തിൽ, ഇവിടുത്തെ കാര്യക്കാരന്മാരുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങുന്നു. അതിനുവേണ്ടി ആദ്യം തന്നെ ആനയടി എന്ന് പറഞ്ഞ് കായലിൽ മരങ്ങളും മണ്ണും കല്ലുമൊക്കെ കൊണ്ടുവന്ന് കായൽ തീരത്ത് ശേഖരിച്ച് അവിടുന്ന് ആനകൾ വലിച്ചാണ്, 3 ആനകൾ മാസങ്ങളോളം വലിച്ചാണ് ഇത് മുഴുവൻ ഇങ്ങോട്ട് കയറ്റുന്നത്. 1960-ലാണ് അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് റോഡാക്കിയത്. അതിനു മുമ്പ് 16 സ്റ്റെപ്പുകളായിട്ടുള്ള ആനയടി കൃത്യമായിട്ട് അവിടെ കാണാമായിരുന്നു. ഈ ദേവാലയം പണിയുന്നത് നവോത്ഥാന മാതൃകയിലാണ്. ജെസ്യൂട്ട് സെമിനാരി ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതും കണക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അബ്രഹാം തിരുമേനി ഇവിടെ വന്ന് താമസിക്കുക. ജെസ്യൂട്ട്സിൻ്റെ മാതൃകയിൽ, നവോത്ഥാന മാതൃകയിൽ, ബറോക്ക് മാതൃകയിലാണ് ഈ ദേവാലയം പണിയുന്നത്. അതിൻ്റെ പുറം ഭാഗം കൃത്യമായിട്ട് നമുക്കിപ്പോഴും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. പഴയ വൈദിക മന്ദിരത്തിൻ്റെയും സങ്കീർത്തനയുടെയും ഭാഗങ്ങൾ, ദേവാലയത്തിൻ്റെ മധുബഹയിരുന്ന ഭാഗങ്ങളും ഹൈക്കലയിരിക്കുന്ന ഭാഗങ്ങളും അവിടെ നിന്ന് അങ്ങോട്ട് നടപ്പരയായിരുന്നു. ഈ 3 തട്ടുകളായിട്ട് പരിശുദ്ധ ത്രിത്വത്തെ ഓർമ്മിച്ചുകൊണ്ട്, ജെറുസലേം ദേവാലയത്തെ ഓർമ്മിച്ചുകൊണ്ട് ആണ് ഇവിടെ ദേവാലയം പണിയുക. സമചതുരത്തിലുള്ള വളരെ ഉറപ്പേറിയ അടിത്തറയിൽ പണിയുന്ന, എന്ന് പറഞ്ഞാൽ 10 അടി കുഴിച്ച് മണ്ണ് മാറ്റി 6 അടി കനത്തിൽ സുൽക്കിക്കൂട്ടിട്ട്, തേക്കടിച്ച് കയറ്റി സുൽക്കിക്കൂട്ടിട്ട് അതിൻ്റെ മുകളിൽ കരിങ്കൽ പാളികൾ വെച്ച് അവിടെ നിന്ന് 2.5 വാര വീതിയിൽ മധുബഹയുടെ ഭാഗവും 2 വാര വീതിയിൽ ഹൈക്കലയുടെ ഭാഗവും അടിത്തറയിട്ടിട്ടാണ് ഈ പള്ളി ഉയർത്തുന്നത്. പള്ളിയുടെ മധുബഹയുടെ ഭാഗം, സമചിതരമായിട്ടുള്ള ആദ്യത്തെ ഭാഗത്തിൻ്റെ മുകളിൽ അന്ന് നിന്നിരുന്നത് ചെമ്പിൽ തീർത്ത പേർഷ്യൻ കുരിശായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന ഭാഗം ഹൈക്കലയുടെ ഭാഗം. ഇതിൻ്റെ മുകളിൽ ഇരുന്നിരുന്നത് മുകുളക്കുരിശ്, താമരയും മീനും ഒന്നുമില്ല, മുകുളക്കുരിശ് മരത്തിൽ തീർത്തത്, അതായിരുന്നു ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, അവിടെ മൂലയിലൊരു സ്റ്റെപ്പ് നിൽക്കുന്നത് കാണാം, ചവിട്ടുപടി. അന്ന് ആനത്തലയിൽ നിന്നിരുന്ന മട്ടുപ്പാവുണ്ടായിരുന്നു. വളരെ വിശാലമായൊരു മട്ടുപ്പാവ്, വേറൊരിക്കലും പറയാൻ പറ്റാത്ത അത്രയും ഗംഭീരമായിട്ടുള്ളൊരു മട്ടുപ്പാവ് അവിടെ ഉണ്ടായിരുന്നു. 1974 പള്ളിയുടെ വിസ്താരം കൂട്ടാൻ വേണ്ടി നടപ്പര ഇതിനോട് ചേർത്തപ്പോഴാണ് മട്ടുപ്പാവ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റുന്നത്.
അതിൻ്റെ ബാക്കിയാണ് ആ നിൽക്കുന്ന കവാടവും ജനലും. ഈ നടപ്പര പണിയുന്നത് ഇതിൻ്റെ അതേ വിസ്തൃതി, മധുബഹയുടെയും ഹൽക്കനയുടെയും അത്രയും വലുപ്പത്തിലാണ് നടപ്പര പണിയുക. നടപ്പരയുടെ അറ്റത്ത് ഏറ്റവും ഉയരത്തിൽ മധുബഹ, അതിൻ്റെ തൊട്ട് താഴെ ഹൈക്കല, അതിനും താഴെയായിട്ട് നടപ്പര. നടപ്പരയുടെ ഏറ്റവും അറ്റത്ത് കൽക്കുരിശ്. ഇതായിരുന്നു അതിൻ്റെ മോഡൽ. മുഖവാരം ഉയർത്തി 2 സ്തൂപങ്ങൾ സൈഡിൽ വെച്ച് മണിഗോപുരത്തിനുള്ള ഇടനാഴിയിട്ട് ഒക്കെയാണ് പള്ളി രൂപകൽപ്പന ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന മരത്തടി കണ്ട നിങ്ങൾക്കറിയാം, 1124 3-ാം ദേവാലയത്തിന് ഉപയോഗിച്ചിരുന്ന മരത്തടിയാണത്. അത് 4-ാം ദേവാലയം പണിയുമ്പോഴും അതിൻ്റെ മരങ്ങൾ ഒത്തിരി ഇതിൽ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളതിൻ്റെ മുകളിലേക്ക് ഉത്തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മരങ്ങളൊക്കെ അന്നത്തെ മോഡലിൽ ആണി ചേർക്കാതെ ചേർത്തിട്ടുള്ള വലിയ മരത്തടികളാണ്. ഇത് മുഴുവൻ ഒത്തിരി നാടുകളിൽ നിന്ന് വലിയ മരങ്ങൾ ശേഖരിച്ച് ഇവിടെ കായലിൽ കൊണ്ടുവന്ന് ആനകൾ വലിച്ച് കയറ്റിയതാണ്. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ പള്ളിയുടെ അകത്തേക്ക് പോയിട്ട് കാണാം. പഴയ പള്ളിയുടെ 4-ാം പള്ളിയുടെ മധുബഹയും ഹൈക്കലയും ചെറിയ നവീകരണങ്ങളോട് കൂടെയാണെങ്കിലും ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആയിരത്തി 1572 വെഞ്ചരിച്ച 4-ാം പള്ളി ബറോക്ക് മാതൃകയിലാണ് അത് പണിതിരിക്കുന്നത്. ബറോക്ക് മാതൃക നമുക്കറിയാം, നവോത്ഥാന കാലഘട്ടത്തിൽ നവോത്ഥാനത്തിനും പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷനും എതിരെ ക്രൈസ്തവർ കൊണ്ടുവന്ന പുതിയ ആർക്കിടെക്ചറൽ മോഡലാണ് ബറോക്ക്. ജെസ്യൂട്ട്സാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രണേതാക്കൾ. യൂറോപ്പിൽ 1582 മുതലാണ് ശരിക്ക് ബറോക്ക് കാലഘട്ടമായിട്ട് തുടങ്ങുക. അതിനും 10 കൊല്ലം മുമ്പേ ഇവിടെ ബറോക്കിൻ്റെ ആദ്യ മോഡൽ ചിത്രീകരിച്ച് കഴിഞ്ഞു. ബറോക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം, നേരെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മുകളിലേക്ക് അറിയാതെ കണ്ണുകൾ ഉയരും. വിസ്മയത്തോടുകൂടി, അത്ഭുതത്തോടുകൂടി ദൈവിക ആരാധനയുടെ ആ ഒരു വലിയ പ്രൗഢി, പ്രാഭവം, അതിലേക്കാണ് ബറോക്ക് മാതൃക നമ്മളെ ക്ഷണിക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് അർദ്ധവൃത്താകൃതിയിലുള്ള മധുബഹ. അതിൻ്റെ മുകളിൽ 156 ചതുരപ്പെട്ടികളിലെ പുഷ്പങ്ങളും സസ്യലതാദികളും ഫലമൂലാദികളും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ മൊത്തം ഈ ത്രോണോസിൻ്റെയും ഇതിൻ്റെ മൊത്തം ചിത്രീകരണം. ഇവിടെ നിന്നുള്ള ആഞ്ഞിലമരത്തിൻ്റെ രൂപങ്ങളൊക്കെ തൃശ്ശൂർ അതിരൂപത മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയതാണ്. ത്രോണോസ് ബറോക്കിൻ്റെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ആദ്യ മാതൃകകളിൽ ഒന്നാണ് ഈ കാണുന്ന ത്രോണോസ്. അതിൽ മാലാഖമാരെ ചിത്രീകരിക്കുന്നതും ബറോക്കിൻ്റെ പ്രത്യേകതയാണ്. ആ സ്വർഗീയ അനുഭൂതി സൃഷ്ടിക്കാൻ വേണ്ടി മാലാഖമാർ മുകളിലുണ്ട്. പരിശുദ്ധാത്മാവ് നടുക്ക് മുഖ്യപ്രതിഷ്ഠ ഫ്രാൻസിൽ നിന്ന് മാലിയങ്കര വന്ന് സമ്പാളൂർ സെമിനാരി വഴി ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച കർമ്മല മാതാവിൻ്റെ രൂപം. കർമ്മലീത്ത സഭക്കാരിവിടെ ഭരിച്ചിരുന്ന, ഇടവക നോക്കിയിരുന്ന കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് ഈ കർമ്മല മാതാവിൻ്റെ രൂപം. അതിൻ്റെ ഇരുവശങ്ങളിലും യൗസേ പിതാവ്, അന്ന് 1600-കളിൽ വിശുദ്ധിയായി പ്രഖ്യാപിച്ച ഇസബെല്ല രാജ്ഞി, വിശുദ്ധ റോസ
വിശുദ്ധ റോസയും വിശുദ്ധ ഔസേപിതാവുമാണ് രണ്ട് വശങ്ങളിൽ. അവിടെ നിന്ന് അങ്ങോട്ട് മാലാഖമാരുടെ ചിത്രീകരണമായിട്ടുള്ള ഈ ത്രോണോസിൻ്റെ നടുക്ക് സക്രാരി ഇരുന്നിരുന്നത് ഈ മോഡലിലല്ല. ആ സക്രാരി നമ്മൾ നിത്യാരാധന പള്ളിയിൽ പോകുമ്പോൾ കാണും. അത് കർത്താവിനെ കിരീടം അണിയിക്കുന്ന രീതിയിലുള്ള കിരീടമാണ്. അതിൻ്റെ നടുക്ക് നവോത്ഥാന കലയുടെ ഏറ്റവും പ്രത്യേകതയുള്ളതാണ് തൃക്കണ്ണെന്ന് നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ കണ്ണ്. ത്രിത്വൈക ദൈവത്തെ സൂചിപ്പിച്ചുകൊണ്ട് 3 കോണുകളായി നടുക്ക് ഒരു കണ്ണ്, ദ ഐ ഓഫ് പ്രോവിഡൻസ്, എല്ലാം നോക്കിക്കാണുന്ന, എല്ലാത്തെയും സംരക്ഷിക്കുന്ന കണ്ണ്. അത് നവോത്ഥാന കലയുടെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു അവതരണമാണ്. അതായിരുന്നു ഇവിടുത്തെ സക്രാരിയിൽ ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ചുമരുകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അന്ന് ഈ ദേവാലയം പണിതപ്പോൾ അവർ അടിത്തറ സുൽക്കിക്കൂട്ടിലിട്ട് കൽപ്പലകകൾ നിരത്തി അതിൻ്റെ മുകളിൽ 2.5 വാര വീതിയിൽ അടിത്തറയിട്ടിട്ടാണ് ഇത് കെട്ടിപ്പോക്കുന്നത്. അത്രയും വീതിയുള്ളത് കൊണ്ട് തന്നെ ഈ ചുമരുകൾ എത്ര കാലം കഴിഞ്ഞാലും 400 കൊല്ലങ്ങൾക്ക് ശേഷവും ഒരു ബലക്ഷയമോ ചിഹ്നലോ ഇല്ലാതെ ഇന്നും നിലനിൽക്കുന്നു. ശക്തമായിട്ടുള്ള അടിത്തറകളിൽ പണിത ഈ ദേവാലയം. തുടർന്ന് സങ്കീർത്തി, ഉപസങ്കീർത്തികളുള്ള പള്ളികൾ അന്ന് വളരെ ചുരുക്കമാണ്. ഇവിടെ പണ്ട് മുതലേ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനം, മൽപ്പാൻ്റെ കീഴിലുള്ള പരിശീലനം ഉണ്ടായിരുന്നു. അതിനുശേഷം ജെസ്യൂട്ട് സെമിനാരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഉപസങ്കീർത്തി ഇവിടെ ഉള്ളത്. അതിൻ്റെ ചുമരുകൾ കണ്ടാൽ നമുക്കറിയാം 400 കൊല്ലങ്ങൾക്ക് ശേഷവും ഒട്ടും ബലക്ഷയമില്ലാതെ, ഒരു ചിഹ്നൽ പോലും ഇല്ലാതെ ഇത് സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. ഇനി ഈ ത്രോണോസിനോട് ചേർന്ന് തന്നെ 2 വശങ്ങളിലുമുള്ള ഉപത്രോണോസുകൾ കൂടി നോക്കുന്നത് നല്ലതാണ്. അന്ന് ഗീവർഗീസ് സഹദായുടേതായിരുന്നു ഇടത്തെ ത്രോണോസ്, സെബസ്ത്യാനോസ് സഹദായ്ക്ക് വലത്തെ ത്രോണോസ്. ഈ ത്രോണോസാണ് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആക്രമണത്തിൽ കത്തി നശിച്ചത്. അതിനുശേഷമാണ് മാതാവിൻ്റെ രൂപം അവിടെ വെച്ചത്. അന്ന് ഗീവർഗീസ് സഹദയായിരുന്നു ഈ ഉപത്രോണോസിലുണ്ടായിരുന്നത്. സ്നേഹമുള്ളവരെ, ഏനാമാവ് പള്ളിയുടെ ചരിത്രത്തിൽ എന്നും ഓർക്കുന്ന ഒരു കറുത്ത വെള്ളിയാഴ്ച, ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ പടയാളികളോടൊപ്പം വന്ന കുറേ തസ്കരന്മാർ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പിന്നിൽ തമ്പടിച്ചിരുന്നിരുന്നു. അവരെപ്പോൾ വേണമെങ്കിലും ദേവാലയം ആക്രമിക്കാം എന്നുള്ളൊരു കിംവദന്തി അന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പൂജ്യമായിട്ടുള്ള ദിവസമായ വെള്ളിയാഴ്ച അതുണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിൽ അന്നൊരു മാസാദ്യ വെള്ളിയാഴ്ചയായിരുന്നു. മാസാദ്യ വെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യാനികൾ മുഴുവൻ പള്ളിയിലേക്ക് വരുന്നു. ആയുധങ്ങൾ മുഴുവൻ നടപ്പരയിൽ ഊരി വെച്ചിട്ടാണ് അവർ പള്ളിയിലേക്ക് കടക്കുക. അങ്ങനെ ഒരു പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഭിനവ യൂദാസ് ഒറ്റിക്കൊടുത്തു എന്നാണ് വിശ്വസിക്കുക. അവർ ആ വെള്ളിയാഴ്ച ദേവാലയം ആക്രമിക്കുന്നു. നിരായുധരായിട്ടുള്ള അന്നത്തെ പള്ളിക്കൈക്കാരൻ, ധീരശാലിയായിട്ടുള്ള ചാക്കൂര് മുത്തപ്പൻ്റെ നേതൃത്വത്തിൽ പള്ളിക്കകത്തുണ്ടായിരുന്ന നേതാക്കൾ കുറേ സമയം അവരുമായിട്ട് യുദ്ധത്തിൽ പിടിച്ചു നിൽക്കും. അവസാനം ചാക്കൂര് മുത്തപ്പനെ പള്ളിയുടെ നടക്കിൽ കൈയും കാലും വെട്ടി കൊല്ലുന്നൊരു രംഗമുണ്ട്. അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് ചിതറി ഓടും. ഇവിടെ ദേവാലയം ആക്രമിക്കപ്പെട്ടു എന്ന് കേട്ട് പുറം നാടുകളിൽ നിന്നൊക്കെ, അയൽദേശങ്ങളിൽ നിന്നൊക്കെ കുതിരപ്പുറത്തും വഞ്ചിയിലും ആളുകൾ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് ഓടിയെത്തും. ഈ ദേവാലയത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച ആ ചാക്കൂര് മുത്തപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതതാണ് നടപ്പരയിലും മുമ്പിൽ 34 കരിങ്കല്ലുകൾ കൂട്ടി ഉണ്ടാക്കിയ ഒരു സ്തൂപവും ആ സ്തൂപത്തിൻ്റെ മുകളിൽ ഒരു കരിങ്കൽ കുരിശും. അതിൻ്റെ ഓർമ്മയ്ക്ക് തന്നെയാണ് ഇവിടെ ഒരു നിത്യാരാധന കേന്ദ്രം, അഷ്ടഭുജ ദേവാലയം, 8 പട്ട മണ്ഡപം പണിയുന്നത് 1795. ഈ 8 പട്ട മണ്ഡപം പണിയാനായിട്ട് സംഭാവന നൽകുന്നത് മണലൂരുള്ള തോപ്പിൽ കുടുംബക്കാരാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്നത് പുഷ്പക്കൂടിന് മുമ്പിലാണ്. ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം, ഈ പടയാളികൾ ഇവിടെ ആക്രമിച്ചപ്പോൾ ഇവരെ വെട്ടിക്കൊന്നതിന് ശേഷം ഇവിടെയുണ്ടായിരുന്ന സ്വർണവും രൂപങ്ങളുമൊക്കെ കട്ടെടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ അടുത്തു നിന്നുള്ള ഒരു ചക്ക് കൊണ്ടുവന്ന് പള്ളിക്കകത്തിട്ട് ഈ പള്ളി കത്തിക്കും.
ആ കത്തിച്ചപ്പോഴാണ് ഈ ഇടത്തെ ത്രോണോസ് ഗീവർഗീസ് സഹദായുടെ ത്രോണോസ് മുഴുവൻ കത്തി നശിക്കുന്നതും ഇവിടെയുണ്ടായിരുന്ന പുഷ്പക്കൂട്, അന്നത്തെ പുഷ്പക്കൂട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരെ ആളുകൾ കാണാൻ വന്നിരുന്നതാണ്. ഈ ത്രോണോസും ഈ പുഷ്പക്കൂടും വ്യാളിമുഖമുള്ള ഒറ്റ മരത്തിൽ തീർത്ത പാദമായിരുന്നു. അതിൻ്റെ മുകളിലുള്ള പെട്ടിയുടെ ഭാഗം നമ്മൾ നവീകരിച്ചിട്ടാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ പിന്നീടുണ്ടായിരുന്നതാണ് ഫ്രാൻസിസ് അസീസിയുടെ ഈശോയെ ചാരി നിൽക്കുന്ന ആ ഈശോ കൈ കൊണ്ട് ഫ്രാൻസിസ് അസീസിയെ ചേർത്ത് പിടിക്കുന്ന ആ രൂപം. ഫ്രാൻസിസ്കൻ മൂന്നാം സഭക്കാർ പ്രബലരായിരുന്ന കാലഘട്ടത്തിലാണ് ആ രൂപം ഇവിടെ വരുന്നത്. പക്ഷേ ഈ പുഷ്പക്കൂടിന് മുമ്പ്, ഇത് നവീകരിച്ചതാണ്, ഇതിനു മുമ്പ് ഇതേ സ്ഥാനത്ത് നിന്നിരുന്ന പുഷ്പക്കൂട്, വ്യാളി മുഖത്തിൽ താങ്ങി നിർത്തിയിരുന്ന പുഷ്പക്കൂട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ കത്തി നശിച്ചതാണ്. 1795 കർമ്മലീത്ത വൈദികരുടെ നേതൃത്വത്തിൽ ഇവിടെ പണിയപ്പെട്ടതാണ് നമ്മൾ കാണുന്ന നിത്യാരാധന കേന്ദ്രം. അതിൻ്റെ മാതൃക അഷ്ടഭുജമാണ്. 8 പട്ട മണ്ഡപം എന്ന് ഇവിടെ പറയും. നമുക്കറിയാം, ക്രൈസ്തവ ചരിത്രത്തിൽ ഏറ്റവും പഴയ കലയാണ് അഷ്ടഭുജം. ജെറുസലേം ദേവാലയവും മാതാവിൻ്റെ കബറിടവും ആദ്യത്തെ പത്രോസിൻ്റെ പള്ളിയും ഒക്കെ അഷ്ടഭുജ ദേവാലയങ്ങളായിരുന്നു. ആ ഒരു മാതൃകയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. അഷ്ടഭുജത്തിലുള്ള ദേവാലയം. അതിൻ്റെ നടുക്കിരിക്കുന്ന സക്രാരി ഈ 4-ാം പള്ളിയുടെ സക്രാരിയാണ്. തൃക്കണ്ണ് നടുക്കുള്ള പരിശുദ്ധാത്മാവ് മുകളിലുള്ള കർത്താവിൻ്റെ കിരീടം മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സക്രാരി. ഇതിൻ്റെ ചുറ്റും അന്ന് ഗ്ലാസ് വിൻഡോസ് ആയിരുന്നു. അത് വളരെ മനോഹരമായിരുന്നു. ഒരു ആരാധനാ മനോഭാവത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന നിത്യാരാധന കേന്ദ്രം. ഇന്നും വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രദക്ഷിണം കൊണ്ടുവരുന്നത് ഇവിടേക്കാണ്. നമ്മുടെ ദേവാലയത്തിലുണ്ടായിരുന്ന പഴയ രൂപങ്ങൾ, വളരെ പഴക്കം ചെന്ന രൂപങ്ങളും പുതിയ കാലത്തിൻ്റെ രൂപങ്ങളും എല്ലാ വിശുദ്ധരെയും ഒരുമിച്ച് കൂട്ടി വിശുദ്ധരുടെ ഒരു മണ്ഡപമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ 8 പട്ട മണ്ഡപത്ത്. ഇപ്പോൾ നിത്യാരാധന ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പകരം വിശുദ്ധരുടെ വീടാക്കി ബേത്ത് സഹദ എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ ഭവനം, വിശുദ്ധരുടെ ആലയം. അവിടെ കുറിയ രൂപങ്ങൾ വളരെ പഴക്കമുള്ളത്, പുതിയ രൂപങ്ങൾ ഇന്നത്തെ വിശുദ്ധർ, എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് വിശുദ്ധരുടെ സവിധത്തിലേക്ക് നമ്മൾ കടക്കുന്നു. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് നമ്മൾ വളരുന്നു. അതിനുള്ള ഓർമ്മപ്പെടുത്തലായി ഇന്നും ആ ആലയം നിലനിൽക്കുന്നു. 4-ാം ദേവാലയത്തിൻ്റെ നടപ്പുര നിന്നിരുന്ന സ്ഥലം, ആ നടപ്പുര പൊളിച്ചു മാറ്റി. ആ നടപ്പുരയ്ക്ക് ജെറുസലേം ദേവാലയത്തിൻ്റെ മാതൃകയായിരുന്നു. ദീർഘചതുരത്തിൽ 33 അടി ഉയരത്തിലാണത് പണിതിരുന്നത്. ക്രിസ്തുവിൻ്റെ വർഷത്തിന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 33 അടി ഉയരത്തിൽ ആ നടശാല പണിതിരുന്നത്. ആ നടശാല പൊളിച്ചു മാറ്റി ആധുനിക രീതിയിൽ ഇന്നത്തെ വിശ്വാസികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി അടുത്ത് നിന്ന് വിശുദ്ധ കുർബാന ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ പുതിയ ദേവാലയം പണിതിരിക്കുന്നത്. അടിയിലേക്ക് 98 മുതൽ 105 മീറ്റർ വരെ ഉയരത്തിൽ 36 കോൺക്രീറ്റ് ബീമുകൾ അടിച്ചിറക്കി താഴെ പാറ വരെ മുട്ടുന്ന രീതിയിൽ അടിച്ചിറക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ദേവാലയം പണിതിരിക്കുന്നത്. ദേവാലയ മണിയുടെ മാതൃകയിലാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാം 18 അടി ഉയരത്തിലുള്ള കർമ്മല മാതാവ്. ആനവാതിൽ 12 അടി ഉയരമാണ്. 125 അടി പ്രധാന ഗോപുരം, 80 അടി സൈഡിലുള്ള 2 ഗോപുരങ്ങൾ. ഇങ്ങനെ അകത്തേക്ക് കടന്നാൽ ദേവാലയമണിയുടെ മാതൃകയിൽ ഏറ്റവും മുകളിൽ 60 അടി വിസ്തീർണത്തിലുള്ള കോൺകേവ് ലെൻസിൻ്റെ മോഡലിലുള്ള വൃത്താകൃതിയാണ്. അതിന് നടുക്ക് തൃത്വത്തിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. അതാണതിൻ്റെ അകത്തളം. നേരെ സക്രാരിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏറ്റവും പഴയ മരക്കുരിശ്. അതിൻ്റെ ചുറ്റുമുള്ള ചിത്രീകരണം വൈദികരിടുന്ന ഊറാറയാണ് ഷേപ്പിൽ അർദ്ധവൃത്താകൃതിയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ കുരിശിന് താഴെ പ്രാഗിൽ നിന്നുള്ള ഉണ്ണീശോയുടെ രൂപം. പ്രാഗിലെ ഉണ്ണീശോയുടെ അതേ വലുപ്പത്തിൽ അതേ മറ്റീരിയലിൽ ഉണ്ടാക്കിയ 4 രൂപങ്ങളിൽ അവസാനത്തെ രൂപം പ്രാഗിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന രൂപമാണ് അവിടെ മുകളിലിരിക്കുന്ന. അമ്മ ത്രേസ്യയുടെ കയ്യിലുണ്ടായിരുന്ന പ്രാഗിലെ ഉണ്ണീശോയുടെ രൂപമാണ് ഏറ്റവും മുകളിൽ. അതിൻ്റെ തൊട്ട് താഴെയുള്ളത്
കർമ്മല മാതാവിനെ പ്രതിഷ്ഠിച്ചത്. കഴിഞ്ഞ വർഷം ഏനാമാവ് ഇടവകക്കാരൻ തന്നെയായിട്ടുള്ള നമ്മുടെ അഭിമാനപുത്രനായിട്ടുള്ള മാർ ജോ തൈക്കാട്ടിൽ പിതാവ് വെഞ്ചരിച്ച് പ്രതിഷ്ഠിച്ചതാണ് ദേവാലയത്തിൻ്റെ മെയിൻ പ്രതിഷ്ഠയായിട്ടുള്ള കർമ്മല മാതാവിൻ്റെ രൂപം. അതിൻ്റെ ചുറ്റും മാലാഖ വൃന്ദം പഴയ ബറോക്ക് ശൈലിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മാലാഖമാരുടെ ചിത്രീകരണങ്ങളാണ്. മൊത്തം സക്രാരി മരത്തിൽ തീർത്തത്, പഴയ പള്ളിയുടെ സക്രാരിയുടെ ഒരു മാതൃക പിഞ്ചെന്നുകൊണ്ട് തൃക്കണ്ണും കിരീടവുമുള്ള സക്രാരി. ഇനി 4 വശങ്ങളിൽ 4 സുവിശേഷകന്മാരെ കാണാം. ഇവിടെ യൗസേ പിതാവും ഇപ്പുറത്ത് കർമ്മല മാതാവും. അവിടെ നിന്ന് മുകളിലേക്കുള്ള പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഉത്ഥാനത്തിൻ്റെ പടം മുകളിൽ സൈഡുകളിൽ പഴയ നിയമത്തിൻ്റെ ചിത്രീകരണമാണ്. സൃഷ്ടികർമ്മം, ആദത്തെ, നോഹയുടെ പെട്ടകം, അബ്രാഹത്തിൻ്റെ ബലി, മോശയ്ക്ക് 10 കൽപ്പനകൾ കിട്ടുന്നതും സ്വർണ്ണ കാളക്കുട്ടിയെ വയ്ക്കുന്ന രംഗം, അത് കഴിഞ്ഞ് നമ്മുടെ സോളമൻ രാജാവിൻ്റെ അടുത്തുള്ള രംഗം, ജായൽ പ്രവാചകയുടെ രംഗം. ഇപ്പുറത്ത് നോക്കിയാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു ജനിക്കുന്നത് തൊട്ട് സ്നാപക യോഹന്നാൻ കാനായിലെ കല്യാണ വിരുന്ന്, കർത്താവ് പഠിപ്പിക്കുന്നത്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത്, ലാസറിനെ ഉയർപ്പിക്കുന്നത്, ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര, ഗെത്സമനിയിലെ പ്രാർത്ഥന. ഇങ്ങനെയുള്ള ബൈബിൾ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ചിത്രീകരണം. സൈഡുകളിൽ ക്രിസ്തീയ അടയാളങ്ങളെ രസകരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. 2 വശങ്ങളിലുള്ളത് താബോറിലെ എന്ന് നമ്മൾ പറയുന്ന രൂപാന്തരീകരണത്തിൻ്റെ രംഗവും സ്വർഗാരോപണത്തിൻ്റെ രംഗവുമാണ് 2 വശങ്ങളിലുള്ളത്. നടുക്ക് അന്ത്യത്താഴത്തെ ഗ്ലാസ്സിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതാണ് ദേവാലയത്തിൻ്റെ അകത്ത് നമ്മൾ വന്നാൽ കാണുക. ഈ ദേവാലയത്തിൻ്റെ മാതൃക ഇപ്പോഴത്തെ വികാരിയച്ഛൻ കലാകാരനായിട്ടുള്ള ജെയ്സൺ തെക്കുംപുറച്ചൻ്റെ കലാസൃഷ്ടിയാണ്. ഈ ദേവാലയത്തിൻ്റെ മാതൃക പുറത്തുനിന്ന് കണ്ടാൽ തോന്നുന്ന മാതൃകയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കിയതാണ് ഈ വിശുദ്ധ കുർബാനയുടെ തെർമോക്കോളിൽ തീർത്ത ആ രൂപവും. അതിൻ്റെ പിന്നിൽ അൾത്താരയിലെ ഈ അന്ത്യത്താഴത്തിൻ്റെ രൂപം തന്നെയാണ് മരത്തിൽ കൊത്തിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ദേവാലയത്തിൽ കടക്കുന്നതിന് മുമ്പ് ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ഹ്രസ്വമായിട്ട് ഇവിടെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കാവുന്ന രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം. AD 52 തോമാസ് ലീഹ മകോദേവ പട്ടണത്തിൻ്റെ മുസരീസ് തുറമുഖത്തിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് പാലയൂരിലേക്ക് 30 കിലോമീറ്റർ പാലയൂരിലേക്ക് വരുന്നു. അവിടെ സമൂഹം സ്ഥാപിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പ്രാന്തപ്രദേശങ്ങളിൽ സമൂഹം വളരുന്നു. 3-4 നൂറ്റാണ്ടുകളിൽ ഇവിടെ ക്രിസ്തീയ സമൂഹം ഈ പ്രദേശത്ത് മഹോദേവപുരത്തിൻ്റെ വടക്കൻ പ്രദേശം ആതങ്കപട്ടണത്തോട് ചേർന്നുള്ള ഈ ഭാഗത്ത് ക്രിസ്ത്യാനികൾ വളരുന്നു. അവരാദ്യമായിട്ട് പണിയുന്ന പള്ളി അല്ലെങ്കിൽ കുരിശടി, നമ്മൾ വടക്കൻ പുതുക്കാട് പള്ളിയിലാണ് ആ കുരിശടി ഉള്ളത്. അവിടെ വിശുദ്ധ കുർബാന സാധ്യമല്ലാതെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് മാറുന്നതും. പിന്നെ നമ്മൾ പറഞ്ഞു മരിയ ചേടത്തിയുടെ കഥ. ആ മരിയ ചേടത്തിക്ക് വേണ്ടി പണിയുന്ന ആദ്യത്തെ ദേവാലയം 5-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ ദേവാലയം മരിയ ചേടത്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കുയിരൻ തേവൻ പണിതു കൊടുക്കുന്ന ദേവാലയം, ക്ഷേത്ര സാദൃശ്യത്തിലുള്ള ദേവാലയം. അതിനുശേഷം വരുന്നത് AD 500 രണ്ടാമത്തെ പള്ളി. ഇവിടത്തുകാർ തദ്ദേശീയർ ബർണബാസ് റമ്പാൻ്റെ മാതൃകയനുസരിച്ച് പണിത പള്ളി. അതിൽ മാതാവിൻ്റെ ഇലച്ചായ ചിത്രമുണ്ടായിരുന്നു, കുരിശും സ്ഥാപിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഈ പള്ളി വന്നത് 500 ഈ പള്ളി വന്നതിന് ശേഷമാണ് ഈ സ്ഥലത്തിന് ഇരുമ്പുറ നെല്ലൂരിന് മാറി ഏനാമാവ് എന്നുള്ള പേര് വരുന്നു. ഏൻ അമ്മാവ്, അമ്മയെ വിളിച്ചുകൊണ്ടുള്ള നാമം വരുന്നത് അവിടെയാണ്. അതിനുശേഷം 1124 മൂന്നാമത്തെ ദേവാലയം ഏപ്രിൽ 10-ാം തീയതി മൂന്നാമത്തെ ദേവാലയം ആശീർവാദകർമ്മം നടത്തുന്നു. അതിനുശേഷം 1341 മഹാപ്രളയം കേരള ചരിത്രത്തിൽ, അതിലും ചെറിയ കേടുപാടുകളാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പള്ളി സംരക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം 16-ാം നൂറ്റാണ്ടിൽ ജെസ്യൂട്ട് സെമിനാരി ഉണ്ടായിരുന്ന സ്ഥലം, അവിടെ അബ്രഹാം തിരുമേനി വന്ന് താമസിക്കുന്നു. ഈ സിനഡിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അതിനുശേഷം 1572 ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ദേവാലയം 4-ാം പള്ളി, നവോത്ഥാന മാതൃകയിലുള്ള 4-ാം പള്ളി, അത് വെഞ്ചിരിക്കുന്നത് ആർക്ക് ദിയാക്കോൺ ഗീവർഗീസ് കത്തനാരാണ്. പാലയൂരുകാരനായിരുന്നു. അദ്ദേഹത്തെ ഈ അബ്രഹാം തിരുമേനി മെത്രാനാക്കാൻ വേണ്ടി
റോമിലേക്ക് കത്ത് കൊടുത്തു. റോമിൽ നിന്ന് ബൂള വന്നെങ്കിലും മെത്രാഭിഷേകം നടന്നില്ല. അദ്ദേഹമാണ് ഇവിടെ ഈ പള്ളി വെഞ്ചരിക്കുന്നത്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാതാവിൻ്റെ രൂപം, കർമ്മല മാതാവിൻ്റെ രൂപം, അന്ന് നമുക്കറിയാം സിനഡ് ഓഫ് ഡയംബർ, ഉദയംപേരൂർ സൂനകദോസ്. ഉദയംപേരൂർ സൂനകദോസിൽ ഏനാമാവ്, മറ്റം, പാലയൂർ, ചങ്ങരംകുളങ്ങര, ആർത്താട്ട് ഈ 4 പള്ളികളും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ തീരുമാനങ്ങൾ, മെനേസിസ് പിതാവിൻ്റെ തീരുമാനങ്ങൾ, വിരുദ്ധമായ തീരുമാനങ്ങൾ വന്നപ്പോൾ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ ഒപ്പിടാതെ പോയി എന്നാണ് ദ സിനഡ് ഓഫ് ഡയംബർ എന്ന പുസ്തകത്തിൽ ഈ 4 പള്ളികളും ഒപ്പിടാതെ ഇറങ്ങിപ്പോന്നു എന്നാണ് പറയുക. ആ കാലഘട്ടത്തിന് ശേഷം, ഉദയംപേരൂർ സൂനകദോസിന് ശേഷം പദ്രുവാദ ഭരണം മാറി പ്രൊപ്പഗാന്ത ഭരണം വരുന്നു. റോമിൽ നിന്ന് നിഷ്പാദക കർമ്മലീത്ത സഭക്കാർ കേരളത്തെ നവീകരിക്കാൻ വീണ്ടും കത്തോലിക്ക സഭയെ ഒന്നിച്ചു ചേർക്കാനായിട്ട് കടന്നു വരുന്നു. അവരാണ് ഈ ദേവാലയത്തിൽ പിന്നീട് വരുന്നത്. ആ കാലഘട്ടത്തിൽ മലങ്കരയിൽ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന രൂപം സമ്പാളൂർ സെമിനാരിയിൽ നിന്ന് ആഘോഷമായി ഇവിടെ ഏനാമാവ് കൊണ്ടുവന്ന് മാതാവിനെ പ്രതിഷ്ഠിക്കുന്നു. കർമ്മല മാതാവ്. അന്നു മുതൽ ഈ ദേവാലയത്തിൽ ഇരിക്കുന്നത് ഈ കർമ്മല മാതാവാണ്. ഈ ദേശത്തെ മുഴുവൻ അനുഗ്രഹിക്കുകയും ഒത്തിരി അത്ഭുതങ്ങൾ നടത്തുകയും ചെയ്ത സിനഡ് ഓഫ് ഡയംബർ എന്ന പുസ്തകത്തിൽ ഈ റോസ് തിരുമേനി എഴുതി വയ്ക്കുന്നുണ്ട്. അന്ന് അബ്രഹാം തിരുമേനിയുടെ ഓർമ്മകൾ, അന്ന് കോളറ വന്ന സമയത്ത്, വെള്ളപ്പൊക്കം വന്ന സമയത്ത്, അല്ലെങ്കിൽ കോക്കാമ്പൂച്ചിയുമൊക്കെയായിട്ട് പേടിപ്പിച്ചിരുന്ന സമയത്തൊക്കെ വലിയ പ്രകാശഗോപുരമായിട്ട് പള്ളിയെ സംരക്ഷിച്ച മാതാവിനെക്കുറിച്ചും, ഇടിമിന്നലിൽ കോക്കാമ്പൂച്ചിയൊക്കെ കൊന്നുകളഞ്ഞ, ഇവിടെ പള്ളി കോമ്പൗണ്ടിൽ കൊന്നുകളഞ്ഞ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകൾ കൂടിക്കൂടി എല്ലാ സമുദായങ്ങളിൽ നിന്നും എല്ലാ മതങ്ങളിൽ നിന്നും ആളുകൾ ക്രിസ്തീയ സമുദായത്തിലേക്ക് കൂടിച്ചേരുകയും ഇവിടെ ഇടവക വീണ്ടും വളരെയധികം വലുതാവുകയും ചെയ്തതിൻ്റെ ഭാഗമാണ് ഈ 1572 പള്ളി. അതിനുശേഷമുള്ള മാതാവിൻ്റെ രൂപവും പിന്നീട് ഇവിടെ ഉണ്ടാകുന്ന വലിയ ഒരു സംഭവമാണ് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം. ആ പടയോട്ട കാലത്ത് ഇവിടെ നാശനഷ്ടങ്ങളുണ്ടാകും. ഈ പള്ളിയുടെ ഇടത് സൈഡിലുള്ള ഉപത്രോണോസും അതുപോലെ തന്നെ പഴയ വ്യാളിമുഖമുണ്ടായിരുന്ന ഒറ്റ മരത്തിൽ തീർത്തിരുന്ന പുഷ്പക്കൂടൊക്കെ കത്തി നശിക്കുന്നത് ഈ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തുണ്ടായിരുന്ന ആക്രമണത്തിലാണ്. അതിനുശേഷം പണിതതാണ്. അന്ന് ആ ആക്രമണത്തിൽ അവർ വധിച്ച ചാക്കോര് മുത്തപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പള്ളിയുടെ മുമ്പിൽ 34 കല്ലുകൾ ഇട്ട് കൂട്ടിയിട്ടുള്ള ഒരു മാർത്തോമ സ്തൂപം സ്ഥാപിക്കുകയും അതിൻ്റെ മുകളിൽ കൽക്കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. ഈ കൽക്കുരിശാണ് പിന്നീട് ഇവിടെ നിന്ന് കൊണ്ടുപോയി DBCLCയുടെ തൃശ്ശൂർ അതിരൂപത DBCLCയുടെ മുമ്പിൽ തട്ടിൽ പിതാവ് സ്ഥാപിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് 1795 8 മണ്ഡപം, നമ്മുടെ നിത്യാരാധന പള്ളി. അത് കർമ്മലീത്തക്കാരുടെ ഒരു പ്രത്യേക നിയോഗമായിരുന്നല്ലോ അവിടുത്തെ നിത്യാരാധന പള്ളികൾ സ്ഥാപിക്കൽ. അങ്ങനെ നിത്യാരാധന പള്ളി സ്ഥാപിച്ചത് ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിന് ശേഷമാണ്. 1874 ഓർക്കേണ്ട കാര്യം, മേലു ശീഷ്മ, റോക്കു ശീഷ്മയെയും മേലു ശീഷ്മയെയും ശീഷ്മകളെയൊക്കെ വളരെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിച്ച ഒരു ഇടവകയാണ് ഏനാമാവ് ഇടവക. അതിൻ്റെ ഭാഗമായി മാറിയ ഏങ്ങണ്ടിയൂർ, മണലൂർ അങ്ങനെയുള്ള പള്ളികളെ പുറത്താക്കുകയും വീണ്ടും തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ മേലൂസ് തീവണ്ടിയിൽ വന്നിറങ്ങുന്നത് ഷൊർണൂരാണ്, വടക്കാഞ്ചേരിയിൽ നിന്നാണ് തൃശ്ശൂരേക്ക് പോകുന്നത്. അതൊക്കെ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഇവിടെ പെരുമാട്ടിൽ വാറു കത്തനാരുടെ നേതൃത്വത്തിൽ നിതീരിക്കൽ മാണിക്കത്തനാരുടെ സതീർത്ഥ്യനാണ്. പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിലാണ് മേലു ശീഷ്മയെ ശക്തമായിട്ട് എതിർക്കുന്നത്. സാമൂതിരി പോലും ഇവർക്ക് അനുകൂലമായിരുന്നു. കൊച്ചി രാജാവ് മേലൂസിനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ സാമൂതിരി വാറുകത്തനാരെയും മറ്റും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശീഷ്മയ്ക്കെതിരെ ശക്തമായിട്ട് കത്തോലിക്ക വിശ്വാസം പിടിച്ചു നിർത്താൻ ശക്തമായിട്ട് നിലനിന്ന ഒരു പാരമ്പര്യം ഏനാമാവിനുണ്ട്. അതിൻ്റെ ഓർമ്മ കൂടിയാണ് ആ വർഷം. 1908 തദ്ദേശീയ മെത്രാൻ ജോൺ മേനാച്ചേരി പിതാവ് ഇവിടെ വന്ന് ഇവിടുത്തെ പള്ളികളെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ബാക്കി എല്ലാ പള്ളികളും പാലയൂരിൽ നിന്നും മറ്റത്തുനിന്നും ചിറ്റാട്ടിൽ നിന്നും പറപ്പൂരിൽ നിന്നടക്കം എല്ലായിടത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ടാണ് പിതാവിനെ കാണുന്നത്. അങ്ങനെ ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അന്ന് പിതാവ് നൽകിയതാണ് നമ്മൾ പറഞ്ഞ ജർമ്മനിയിൽ നിന്ന് നിർമ്മിച്ച 1907 ജർമ്മനിയിൽ നിർമ്മിച്ച ദേവാലയ മണി. പിന്നീടുള്ള ഇതിൻ്റെ നവീകരണം നമ്മൾ പറഞ്ഞു. 74-76 കാലഘട്ടത്തിലുള്ള നവീകരണത്തിലാണ് നടപ്പര പള്ളിയോട് ചേർക്കുന്നതും മട്ടുപ്പാവ് പൊളിക്കുന്നതും വിസ്തൃതി കൂട്ടുന്നതും
അതിൽ നമുക്ക് കുറച്ചൊക്കെ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും ആളുകളെ കൂടുതലായിട്ട് ആ പള്ളിയിൽ സ്വീകരിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു മുഖവാരമൊക്കെ മാറുന്നത് ആ സമയത്താണ്. 2016 11 ശിലാസ്ഥാപനം നടത്തി 16 ഇപ്പോൾ ഉള്ള പുതിയ ദേവാലയം വെഞ്ചരിക്കുന്നത്. മെയ് 21 5-ാം പള്ളി, അതാണ് ഇപ്പോൾ നമ്മൾ ഏനാമാവിൻ്റെ പൈതൃകം തുടരുന്ന മനോഹരമായിട്ടുള്ള ദേവാലയം.